വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു, അല്ലെ ആപ്പിൾ വീണിട്ട് എന്താ സംഭവിച്ചത് നമ്മൾ അറിഞ്ഞു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അക്കാര്യങ്ങളും ന്യൂട്ടൻ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായിട്ട് കണ്ടുപിടിച്ചത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം, ഈ ഒരു ടോപ്പിക്കോട് കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണിത് സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ട് കേട്ടോ. ഈ ബോളിൽ ഞാൻ മുകളിലേക്ക് എറിയാണ്, ബോൾ താഴേക്ക് വന്നു അല്ലെ. ഇനി ഞാൻ വീണ്ടും വലുതിനെ ഞാൻ വളരെ ശക്തിയോട് കൂടി മുകളിലേക്ക് എറിയുന്നേ, അത് വീണ്ടും താഴേക്ക് വരുന്ന എന്താ സംഭവം? എങ്ങനെയാ അത് താഴേക്ക് വന്നത്? ഞാൻ അതിന്റെ മുകളിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്തിനാ അത് ഇങ്ങോട്ട് വരുന്നത്? ബിക്കോസ് എർത്ത് അട്രാക്ട്സ് ഓൾ ദ ഒബ്ജക്റ്റ് ടുവേർഡ്സ് ഇറ്റ്സ് സെന്റർ. എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്, ഒരു ബലം, ഒരു ശക്തി പ്രയോഗിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, ന്യൂട്ടൺ ഇങ്ങനെ എവിടെ ഇരിക്കുകയായിരുന്നടാ, ഈ മരത്തിന് താഴെ ന്യൂട്ടൺ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇരുന്ന് എന്തോ സ്വപ്നം കാണുമായിരുന്നു. അപ്പോഴാണ് തലയിൽ വന്ന ആപ്പിൾ വീണത്. അങ്ങനെയാണ് ന്യൂട്ടൺ ആലോചിച്ചത്, എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വന്നു, ഇതോടെ അങ്ങോട്ടൊന്നും പറഞ്ഞു പോയില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ആൻഡ് എന്തുകൊണ്ടാണ് താഴേക്ക് വീണത്? ദിസ് ഇസ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലം. വാട്ട് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്റ്റ് ടു ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റെഡിയാണല്ലോ? ദിസ് ഇസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഭൂമി എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഈ ഭൂമി മാത്രമാണോ ഇത്തരത്തിലുള്ള ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനെയും പിടിച്ചു വലിക്കുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ് പുരോഗമിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ ആ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമി മാത്രല്ലടാ, എല്ലാ വസ്തുക്കളും, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഗ്രാവിറ്റേഷനൊക്കെ ആർക്ക് പറഞ്ഞതാണ്, ഈ സ്പേസിലുള്ള സണ്ണ്. നമുക്ക് ഈ സത്യം പറയാലോ, ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളെ സൂര്യൻ, അതിന് ചുറ്റും ഭൂമി ഇങ്ങനെ ഭൂമിയും മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമി അതിന് ചുറ്റും മൂൺ ഇങ്ങനെ അങ്ങനത്തെ കുറെ അല്ലല്ല നമ്മളെ മനസ്സിലേക്ക് വരാം അല്ലെ. എന്റെ മനസ്സിലേക്കൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭൂമിക്ക് മാത്രമല്ല നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ഒബ്ജക്റ്റ് എടുത്താലും അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് ഒരാളെ ആകർഷിക്കുന്നു, തിരിച്ച് മറ്റേയാൾ ഇങ്ങോട്ടും ആകർഷിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ആൾക്കാർക്ക് മാത്രം, അങ്ങനെയല്ല, ഏത് രണ്ട് വസ്തുക്കളുമാകും. എന്തോന്നാ, ഈ പേപ്പറും ഈ ഫോണും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ആകർഷണ ബലം, ഒരാൾ ആകർഷിക്കുന്നു, മറ്റൊരാൾ തിരിച്ചു ആകർഷിക്കുന്നു. ഇതെന്തോ ആട്ടോ. ഇനിയിപ്പോ നമുക്ക് വിചാരിക്കോ ഇത് പേപ്പറിനും പെന്നിനും മാത്രമാണോ? അങ്ങനെയല്ല, ഏതും പറ്റും. അതിനാണ് നമ്മൾ യൂണിവേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിലെല്ലാം പെടും. മനസ്സിലാക്കി വെക്കുക. അവര് തമ്മിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം. അപ്പൊ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, നേരത്തെ എന്തോ ഒരു പേര് പറഞ്ഞു, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നോ ഭൂഗുരുത്വാകർഷണം എന്നല്ലേ. അവിടെ ഭൂഗുരുത്വം എന്നുള്ള വാക്കുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതങ്ങനെയല്ല, ഈ പറയപ്പെടുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റും. ഇതാണ് ഒരു മെയിൻ, ഇതെല്ലാവർക്കും ഉണ്ട്. ദിസ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആൻഡ് ഇത് ബന്ധപ്പെട്ട് നമ്മളൊരു നിയമം പഠിക്കുന്നുണ്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വാകർഷണ നിയമം. വാട്ട് ഇസ് ദിസ്? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഏത് രണ്ട് വസ്തുക്കളും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമ്മൾ പറഞ്ഞു ഏത് രണ്ട് വസ്തുക്കൾ, ഞാൻ രണ്ട് വസ്തുക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ രണ്ട് വസ്തുക്കളുണ്ട്. ഒരാളുടെ മാസിന് ഞാൻ M1 എന്ന് കൊടുക്കുന്നു, മറ്റേയാളുടെ മാസിന് എനിക്കിഷ്ടം M2 എന്ന് കൊടുക്കുന്നു. അത് ഇവർ തമ്മിലൊരു ദൂരം ഉണ്ടോ? ദൂരം എന്ന് പറയുമ്പോൾ നമ്മൾ സെന്ററിൽ നിന്നുള്ള ദൂരമാണ് എടുക്കുക. ഇവർ തമ്മിലുള്ള ദൂരം ഞാൻ D എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. സെറ്റാണല്ലോ. ഇനി പറയാണ്,
ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് ഇതാ ഇയാൾ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, തിരിച്ച് ഇയാൾ ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേരാനുപാതികമാണ് ആർക്ക്, പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്, അതായത് പ്രോഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഗുണിക്കാം. ഇനി നമ്മളോട് പറയാണ് ദാറ്റ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഓപ്പോസിറ്റ് ആണ്. എന്താ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്? ഇയാൾ കൂടിയാൽ ഇയാൾ കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇയാൾ കൂടിയാൽ ഇയാൾ കൂടും, ഡയറക്ട്ലി ആണ്. മറ്റേത് ഓപ്പോസിറ്റ് ആണ്, ഒന്നുകൂടി ഒന്ന് കുറയും. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക, 1 എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിന്റെ സ്ക്വയറിന് അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മളുടെ ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ന്യൂട്ടൺ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് എഴുതാൻ പോവാണ് കേട്ടോ. അത് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, അത് നമുക്ക് ഒരുമിച്ച് ആക്കണ്ടേ, വേണം. ഒരുമിച്ച് എഴുതാൻ പോവാണ്. m1 × m2 ഡിവൈഡഡ് ബൈ d². എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, ഇയാൾ താഴെ ഇയാൾ മുകളിൽ, അവർ ഓപ്പോസിറ്റ് ആണ്. ഇവർ നേരെയുള്ള ആൾക്കാർ ഡയറക്റ്റ്ലി ആയിരിക്കും. അങ്ങനെ കേട്ടോ, ഒരു പ്രശ്നമില്ലല്ലോ. ഇതാണ് നമ്മളുടെ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിന്റെ സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരിക്കലും നമുക്ക് ഫോഴ്സ് കണ്ടെത്താൻ പറ്റില്ല അല്ലെ. എത്ര ഫോഴ്സ് ആണ് അവർ തമ്മിൽ ആകർഷണ ബലമുണ്ട്. പക്ഷെ അത് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാറണം. എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇക്വേഷന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇക്വേഷനിൽ ഇതാ ഇങ്ങനെ 2 വരകൾ ഉണ്ടാവും. ഇവിടെ വരക്ക് പകരം ഇങ്ങനെ ഒരു സാധനം, അതിനെ മാറ്റി നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റണം. സോ നമുക്ക് വെറുതെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എടുക്കണം, ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കണം. ഏതെങ്കിലും എടുക്കാൻ പാടില്ല, ഇവിടെ നമുക്കൊരു നിയമമുണ്ട് എടുക്കാൻ. അപ്പോൾ ആ ഒരു വാല്യൂവിനെ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെ ഗുണിച്ചാൽ മതി. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഭാഗ്യത്തിന് നിങ്ങളത് ഓർത്ത് വെക്കണ്ട കേട്ടോ. അപ്പം മൂപ്പര് പറയാണ്, ഈ കോൺസ്റ്റന്റിന് നിങ്ങൾ G എന്ന് വിളിച്ചോളൂ. ക്യാപിറ്റൽ G ആണ്. ആ ജിക്ക് ഒരു വാല്യൂം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടി? നമുക്ക് F = G × m1 m2 ഡിവൈഡഡ് ബൈ d² എന്ന് കിട്ടി. അത് മാത്രമല്ല, ഈ ജിന്റെ വാല്യൂ ആണ് ഇവിടെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ജിന്റെ വാല്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് നെയിംഡ് ആസ് എന്തായിരിക്കും എന്നറിയോ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ ആണല്ലോ. അപ്പൊ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സാർവിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക കേട്ടോ. ഇതിന്റെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എത്രയാണ്? 6.67 × 10⁻⁻11 എന്നാണ് വാല്യൂ. അതിന്റെ യൂണിറ്റ് കേട്ടാൽ നിങ്ങൾ വീണ്ടും ഞെട്ടും. നോക്കൂ, Nm²/kg² എന്നതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ലോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇത് വെച്ചിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. സോ ഫൈൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹിയർ. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്, 2 വസ്തുക്കളുണ്ട്. ഒരാളുടെ മാസ് 5 ആണ്, മറ്റേയാളുടെ മാസ് 20 ആണ്. അവർ തമ്മിലുള്ള ദൂരം 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടെത്തിക്കൂടെ? എങ്ങനെയാ ഫോഴ്സ് കണ്ടെത്തുക? G × m1 × m2 ഡിവൈഡഡ് ബൈ d² എന്ന് കൊടുത്താൽ പോരെ? മതി. സോ സിമ്പിൾ ആണല്ലോ. m1 നമുക്ക് 5 കിലോ എന്ന് എടുക്കാം, m2 നമുക്ക് എത്ര എടുക്കാം? 20 കിലോ എന്ന് എടുത്താൽ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഡിസ്റ്റൻസ് നമുക്ക് 10 മീറ്റർ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഇത് കൊടുത്താൽ പോരാ. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും, മെയിൻ ആവാൻ വേണ്ടിയിട്ട് ജീന്റെ വാല്യൂ കൂടെ കൊടുക്കും. അലാക്കിന്റെ 6.6 എൻ്റെ മോനെ ഫുൾ തെറ്റിപ്പോവും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ അലാക്കിന്റെ വാല്യൂ ഒന്നും അവിടെ എഴുതാൻ നിൽക്കരുത് കേട്ടോ. മെയിൻ ആവാൻ നിൽക്കണ്ട. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്താ ചെയ്യേണ്ട, G തന്നെ എഴുതി കൊടുക്കുക. എന്നിട്ട് മറ്റുള്ളവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 × 20 ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ 10, 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അങ്ങനെയാണെങ്കിൽ 5 × 20 പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ? അപ്പൊ G × 100/100 കട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? G എന്ന് കിട്ടും. ഇനി ജിന്റെ വാല്യൂ നിങ്ങൾ എഴുതി കൊടുക്കുക. എത്രയാണ്? 6.67 × 10⁻⁻11. അത്രയും ന്യൂട്ടൺ ആണ് ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ 2 കല്ലുണ്ട് കേട്ടോ. നോക്കട്ടെ, 2 കല്ലുണ്ട്. ഒരാളുടെ മാസ് എന്ന് പറഞ്ഞാല് 50 കിലോ. അലാക്കിന്റെ ഒരു പോത്താപ്പിക്കല്ലാണ് അല്ലെ. ഇനി നോക്കൂ, രണ്ടാമത്തതിന്റെ കുഞ്ഞാപ്പിക്കല്ലാണ്. ദാറ്റ് ഈസ് 5 കിലോ ആണ് അതിന്റെ മാസ്.
ചോദ്യമാണ് കേട്ടോ. നമ്മൾ വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ഈ 2 കല്ലും ഒരേപോലെ, 2 കല്ലും നമ്മൾ, ഇത് വലിയ കല്ലും ഇത് ചെറിയ കല്ലും വിചാരിച്ചോ, ഒരേ ഹൈറ്റിൽ നിന്നും താഴേക്കിടാണ് കേട്ടോ. താഴേക്കിടുന്നു. ഏത് കല്ലാണ് ആദ്യം എത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. നോക്കൂ, ഏതായിരിക്കും ആദ്യം താഴെ എത്തുക? നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ പറയും ഓഫ് കോഴ്സ് ഇത് ആദ്യത്തെ ഉറപ്പാണ് ഈ കല്ലാക്കാരൻ, കാരണം അതിനാണല്ലോ മാസ് കുറവെന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയാണോ പറയാ? അല്ല, നമ്മൾ പറയും ഇതായിരിക്കും എത്തുക, കാരണം അതിനാണ് മാസ് കൂടുതലുള്ള ആളാണ് പെട്ടെന്ന് എത്തുന്നൊക്കെ നമ്മൾ പറയും അല്ലേ. നമുക്ക് എന്തോ പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, യഥാർത്ഥത്തില് ഇത് രണ്ടും എത്തുക ഒരേ സമയം ഒരേപോലെ ആയിരിക്കും അല്ലെ. പക്ഷെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഒക്കെ കാണുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതൊക്കെ ഒരു നോർമൽ അന്തരീക്ഷത്തിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പ്രത്യേകത അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ടാകും, കാറ്റുണ്ടാവും, ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനെ ബാധിക്കും. ഇതൊന്നും ഇല്ലാതെ നമ്മളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതൊരു വസ്തുവും നമ്മൾ ഒരേ ഉയരത്തിൽ നിന്നുമാണ് താഴേക്കിടുന്നതെങ്കിൽ അത് ഒരേ സമയം ഒരുപോലെ ആയിരിക്കും താഴേക്ക് വീഴുക. ഒരിക്കലും ആ വസ്തുവിന്റെ സൈസിനെയോ മാസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ന്യൂട്ടന്റെ ഫെദർ കോയിൻ എക്സ്പെരിമെന്റ്, തൂവൽ നാണയ പരീക്ഷണം എന്ന് പറയുന്നത്. ഇതിൽ എന്താ സംഭവം നോക്ക്. ഫസ്റ്റ് ന്യൂട്ടൺ എന്ത് ചെയ്യാന്ന് പറയാം, നമ്മളെ പോലത്തെ ഒരു അന്തരീക്ഷത്തിൽ വെച്ചിട്ട്, അതായത് വായു ഒക്കെ ഉള്ള ഒരു ട്യൂബിൽ വെച്ചിട്ട് ഈ ഒരു പരീക്ഷണം നടത്താണ്. ഒരു തൂവലും ഒരു കോയിനും ഒരേ സമയം താഴേക്ക് ഇടുന്നു. നോക്കൂ, വായു ഉള്ള ട്യൂബാണ് കേട്ടോ. സാധാരണ നമ്മുടെ ഒരു അന്തരീക്ഷത്തിലൊക്കെ നടക്കുന്ന ഒരു ട്യൂബാണ്. നോക്കൂ, ദാ ഇവിടെ നോക്കൂ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ തൂവല് പതുക്കെ പാരി വരും. കോയിൻ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് വരും അല്ലെ. നമുക്കറിയുന്ന കാര്യം, ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് വരും, അത് നമ്മൾക്ക് അറിയുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എയർ ഒക്കെ അങ്ങോട്ട് കളഞ്ഞ് നോക്കൂ, അതാണ് ഇവാക്യുവേറ്റഡ് ട്യൂബ് എന്ന് പറയും. വായു നമ്മൾ ശൂന്യമാക്കിയിട്ട് ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. നോക്കൂ, ന്യൂട്ടൺ തന്നെ ഞെട്ടി, പിന്നെ നമ്മൾ ഞെട്ടുള്ളൂ. നോക്കൂ, രണ്ടും ഒരേപോലെയാണ് താഴേക്ക് വീഴുന്നത്, ഒരേപോലെയാണ് താഴേക്ക്. അപ്പൊ എന്താ സംഭവം, ഇതെങ്ങനെയാണ് ഒരേപോലെ താഴേക്ക് വീഴാൻ കാരണമാകുന്നത്? നമുക്കറിയാം, എല്ലാത്തിനെയും ഭൂമി താഴേക്ക് പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട് അല്ലേ. ഭൂമി വലിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. ആൻഡ് ഒരു വസ്തു എത്ര പെട്ടെന്നാണ് എത്തേണ്ടത് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് എത്തേണ്ടത് തീരുമാനിക്കപ്പെടുന്നപ്പോഴും അതിന്റെ എത്രത്തോളം ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ, ത്വരണത്തിന്റെ രീതിയിലാണ് അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒരേപോലെ എത്തുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിലും ഒരേ ആക്സിലറേഷൻ അല്ലേ ആണ്. ഭൂമി പിടിച്ച് വലിക്കുമ്പോഴാണല്ലോ അതിന് അല്ലെ ആക്സിലറേഷൻ ഉണ്ടായത് അല്ലെ, അറിയാലോ. അങ്ങനെയാണെങ്കിൽ ദിസ് ആക്സിലറേഷൻ, ഇങ്ങനെ കുത്തനെ ഒരു വസ്തു ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിനുണ്ടാകുന്ന ആക്സിലറേഷനെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. എന്താ പറയാ, ഭൂഗുരുത്വ ത്വരണം. ദിസ് ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് എന്തുണ്ടാകും, ത്വരണം ഉണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. അപ്പൊ ഇത്രയും വരെ നമ്മൾ 3 ടേംസ് ആണ് പഠിച്ചത്. ഒന്നും പഠിച്ചത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലം. പിന്നെ പഠിച്ചത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് ഏത് വസ്തുക്കൾക്കും ആവാം അല്ലെ. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച മറ്റൊരു ടേമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. ഇത് ഏത് വസ്തുവും താഴേക്കിടുമ്പോഴുള്ള ഒരവസ്ഥയാണ് പറയുന്നത്. ഏത് വസ്തുവാകും, പേപ്പറാവും, പെന്നാവും, എന്തും താഴേക്കിടുമ്പോൾ ഭൂമിയിലേക്ക് ഇടുന്ന സമയത്തുള്ള അതിന്റെ സംഭവമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെറ്റാണല്ലോ, റെഡി ആണല്ലോ. അപ്പം ഇതിനെ നമ്മൾ ഒരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, അതാണ് സ്മോൾ ലെറ്റർ ജി. ക്യാപിറ്റൽ ജി ആയിട്ട് പലരും ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ ക്യാപിറ്റൽ ജിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, അത് വേറെ ഇത് വേറെ കേട്ടോ. ഇതാണ് സ്മോൾ ലെറ്റർ ജി കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ ഒരു സംഭവം ഉണ്ട്. നോക്കൂ, നമ്മളെ ഭൂമിയുണ്ട്, ഭൂമിയിലേക്ക് ഞാനൊരു വസ്തുവിനെ ഇടാണ് കേട്ടോ. ഒരു വസ്തുവിനെ ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു കേട്ടോ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്കല്ലേ. അപ്പോൾ ഒരാളുടെ മാസ് എന്താണ്, ഭൂമിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇടുന്ന വസ്തുവാണ് കേട്ടോ, അതെന്തോ ആവാം. ഓക്കെ, അപ്പൊ ഞാനിതാ ഇട്ടിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, ഇത് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. നോക്കൂ, ഇവിടെ ഉണ്ട്. പിന്നെ അവർ തമ്മിലുള്ള ദൂരം നമുക്കറിയാം, സെന്ററിലേക്കുള്ള ദൂരം വരച്ചു കൊടുത്താൽ മതി. അപ്പൊ സെന്ററിലേക്കുള്ള ദൂരം നോക്കൂ, കറക്റ്റും നമ്മളുടെ ഭൂമിന്റെ റേഡിയസ് അല്ലേ വരിക. അപ്പൊ ചില കുട്ടികൾ ചിന്തിക്കുക, പിന്നെ ഇവിടെ കുറച്ച് ദൂരം ബാക്കിയുണ്ടല്ലോ എന്നല്ലേ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും കുഞ്ഞാപ്പി സാധനകരം വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഭൂമിന്റെ റേഡിയസ്
ഫോഴ്സുമായിട്ട് ആ വസ്തുവിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ചെറുതല്ല. അപ്പൊ നമുക്ക് അതൊക്കെ ഒഴിവാക്കി വിടാം. സോ ഇത്ര മതി അല്ലെ. നമുക്ക് 2 വസ്തുക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചാലോ. നമുക്കറിയാം എഫ് സമം ജി ഇൻറ്റു ഒരാളുടെ മാസ് ഇൻറ്റു മറ്റേയാളുടെ മാസ് ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സംശയമില്ലല്ലോ. സോ ജി ഇൻറ്റു ഒരാളുടെ മാസ്, ഞാൻ ഭൂമിന്റെ മാസിന് ക്യാപിറ്റൽ എം എന്ന് കൊടുക്കുന്നു, മറ്റേയാളുടെ മാസ് നമുക്ക് സ്മോൾ ലെറ്റർ എം ആണ്, ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 6 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ r² കിട്ടിയല്ലോ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എഫ് സമം ജി ഇൻറ്റു എം എം ഡിവൈഡഡ് ബൈ r². ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. എടാ നിങ്ങള് ഇതിന് മുന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ, ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ നിങ്ങൾ പഠിച്ചില്ലേടാ എഫ് സമം എം ഇൻറ്റു എ എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ അല്ലേ? എഫ് സമം എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഒരു വസ്തു കുത്തനെയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അതിനുള്ള ആക്സിലറേഷൻ എന്താണ്, നമ്മൾ ജി എന്ന് കൊടുക്കണം. എ എന്ന് ഇവിടെ ഉപയോഗിക്കേ വേണ്ട. എക്ക് പകരം ഇവിടേക്ക് നമ്മൾ സ്മോൾ ലെറ്റർ ജി എന്നാ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്ക് പകരം എനിക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം, എം ഇൻറ്റു ജി. അപ്പൊ എഫ് സമം എം ഇൻറ്റു ജി. അപ്പൊ എന്ത് കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടിയല്ലോ. ഇനി നോക്കടാ, ഇക്വേഷൻ നമ്പർ 1ലും നമ്മൾ ഫോഴ്സാ കണ്ടുപിടിക്കുന്നത്, 2ലും നമ്മൾ ഫോഴ്സാ. രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും ഇതൊക്കെ സെയിം അല്ലേ? എല്ലാം സെയിം, ഒക്കെ ഒരേപോലെയാണ് അല്ലെ? സോ നമുക്ക് പറയാം എഫ് സമം എഫ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തോ, ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ r² സമം എം ഇൻറ്റു ജി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മളെ മാത്സിലെ ടാലന്റ് ആണ്. ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ വി ഗോട്ട് എന്താ കിട്ടിയത്, സ്മോൾ ലെറ്റർ ജി സമം ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടി. ഓക്കെ, സെറ്റാണല്ലോ. ഇനി മക്കളെ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ജീന്റെ വാല്യൂ നേരത്തെ അലാക്കിന്റെ വാല്യൂ നമ്മൾ പഠിച്ചില്ലേ, 6 പോയിന്റ് ഒക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതുപോലെ എം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, ഇവിടെ മാസ് ഓഫ് എർത്ത് ആണല്ലോ, ഭൂമിന്റെ മാസ് ഓൾറെഡി നമ്മൾ അളന്നു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, അതുപോലെ നമ്മളുടെ ഭൂമിന്റെ റേഡിയസ് നമുക്കറിയാം, ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ ആ വാല്യൂകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗുണിച്ച് ഹരിച്ച് കിട്ടിയപ്പോൾ നമുക്ക് ജീന്റെ വാല്യൂ കിട്ടി. അതാണ് 9.8, 9.8 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഏതൊരു വസ്തുവിനെയും ഞാൻ താഴേക്ക് ഇടുമ്പോൾ അതിനുണ്ടാകുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ടുണ്ടായതാണ്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഇസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. ആൻഡ് ദാറ്റ് ത്വരണം ഹാവിങ് എ വാല്യൂ 9.8 അല്ലെങ്കിൽ 9.8 എന്ന് പറയുന്ന ഒരു വാല്യൂ ആർക്കുണ്ട്, ഇതിനുണ്ട്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജി വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കും. ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, പക്ഷെ പല രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോയി. അങ്ങനെയല്ലേ ഏതെങ്കിലും ഒന്ന് ചോദിക്കുള്ളൂ അല്ലേ? അപ്പൊ നമ്മളത് പഠിക്കണം. ആൻഡ് അത് മാത്രമല്ല കേട്ടോ, ഇതിൽ നിന്ന് മറ്റു കുറെ കാര്യങ്ങളും കൂടിയുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വളരെ ലെങ്തി ആയി പോകും. സോ ക്വസ്റ്റ്യൻസ് ഞാൻ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ലൈവ് ഉണ്ട്, അപ്പൊ ആ ലൈവിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ജി സമം എന്താടാ, ജി സമം ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ r². ഇവിടെ നോക്കൂ, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ജി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നത്. നമുക്കറിയാം, ഈ ജീന്റെ ഇക്വേഷനിലേക്ക് നോക്കിയാൽ മതി അല്ലേ. ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, ഈ ഒരു സംഭവം ഇത് കോൺസ്റ്റന്റ് അല്ലേ, ഇത് ഒരിക്കലും മാറൂല അല്ലെ, അതൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് പറയാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ജീന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ മാസ് ഓഫ് എർത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയസ് ഓഫ് എർത്ത്, എർത്തിന്റെ റേഡിയസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏത് വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഒരേപോലെ അത് താഴേക്ക് എത്തുന്നത്. കാരണം ഒരിക്കലും ആ വസ്തുവിന്റെ മാസിനെ ജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോക്കൂ, മാസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത്, ഇതൊരു കോൺസ്റ്റന്റ്. എവിടെയെങ്കിലും നമ്മൾ ഇടുന്ന വസ്തുവിന്റെ മാസ് നമ്മൾ ഏതാ എടുത്തത്, സ്മോൾ ലെറ്റർ എം ആയിട്ടല്ലേ. വേറെ ഏതെങ്കിലും ഈ ക്യാപിറ്റൽ എം അല്ലാത്ത ഏതെങ്കിലും ഒരു എം ഇവിടെ ഉണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ ഇട്ടാലും പെന്നിട്ടാലും എന്ത് സാധനം ഇട്ടാലും അതിന് ഒരേ ആക്സിലറേഷൻ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ വസ്തുവിന്റെ മാസിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമുക്കൊരു വാല്യൂ കിട്ടിയല്ലോ, 9.8 എന്ന് പറയുന്ന വാല്യൂ.
ഈ 9.8 എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണോ എന്നതാണ് നമ്മളുടെ ചോദ്യം. എല്ലായിടത്തും ഒരുപോലെയാണോ അതോ പല പല സ്ഥലങ്ങളിൽ ഡിഫറെന്റ്? എന്താ സംഭവം? നമ്മളിപ്പോൾ 9.8 എന്ന് പറഞ്ഞു പഠിച്ചു, പിന്നെ ഇതിന് മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ എർത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എർത്തിന്റെ ഷേപ്പ് പക്ക ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല, ഇതുപോലെ ഒരു ഷേപ്പാണ് വരുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പ്ലിങ്ങോ ഷേപ്പാണ് അല്ല, അതൊന്നും എഴുതി കൊടുക്കില്ല കേട്ടോ. ഇതാണ് അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് പോകുന്നോറും നമുക്ക് റേഡിയസ് കൂടുന്നതായിട്ട് കാണാം, ആൻഡ് ഇങ്ങോട്ട് പോകുന്നോറും റേഡിയസ് കുറയുന്നതായിട്ടും കാണാം. നോക്കൂ മക്കളെ, ഈ ഭാഗത്തെയാണ് നമ്മൾ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയട്ടോ. ഭൂമധ്യരേഖ മുകളിലാണ് നമ്മൾ അതിനെ പോള് അല്ലെങ്കിൽ ധ്രുവ പ്രദേശം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ജീന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? G=gm/r². നോക്കൂ, നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷന്റെ താഴെയും മുകളിലും വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് റിലേറ്റഡ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് കൂടുമ്പോൾ ജി കുറയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ കൂടുതൽ റേഡിയസ് ഉണ്ടല്ലോ, ഇവിടെ കൂടുതൽ റേഡിയസ് ഉണ്ടല്ലോ. അപ്പൊ കൂടുതൽ റേഡിയസ് ഉള്ള ഈ ഭാഗത്ത് ജീന്റെ വാല്യൂ കുറച്ച് കുറയും. അതുപോലെ തന്നെ നോക്കൂ, ഇവിടേക്ക് കുറച്ച് റേഡിയസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ റേഡിയസ് കുറഞ്ഞാൽ ജീന്റെ വാല്യൂ കൂടും. അപ്പൊ നമ്മൾ വിചാരിക്കും, പിന്നെ എന്തിനാ ഞാൻ 9.8 എന്ന് പറഞ്ഞൊരു വാല്യൂ പഠിച്ചത്, ഇതൊക്കെ മാറ്റി മറിച്ചാനാണെങ്കിൽ എന്നല്ലേ? പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, കാരണം നമ്മൾ സാധാരണ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മളൊരു എക്സ്ട്രാ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞെന്ന് മാത്രം. ഈ ജീന്റെ വാല്യൂ ഇപ്പൊ ഇത് കുറയെന്ന് പറഞ്ഞില്ലേ, കുറയാന്ന് പറയുമ്പോൾ 9.78 അങ്ങനെയൊക്കെ കുറയുള്ളൂ കേട്ടോ. വളരെ ഒരു 0.2 ഒക്കെ ആയിട്ട് കുറയാം. ഇനി ഇവിടെ ആണെങ്കിൽ ഒരു 9.82, 83 അങ്ങനത്തെ ഒക്കെ വാല്യൂ, ഒരു 0.2 കൂടെ 0.3 അങ്ങനത്രയേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഒക്കെ നിങ്ങളെ +1 പഠിച്ചോളും, സമയമുണ്ട് ദാസ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇതാണ് നമ്മുടെ ധ്രുവ പ്രദേശം അല്ലെങ്കിൽ പോൾ, ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേറ്റർ അല്ലെ, ഭൂമധ്യരേഖാ പ്രദേശം. ഇവിടെ ജീന്റെ വാല്യൂ കുറവാണ്, ഇവിടെ പോളില് ജീന്റെ വാല്യൂ എന്താണടാ, കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാസ് ആൻഡ് വെയിറ്റ് അല്ലെങ്കിൽ മാസും ഭാരവും. ഒരുപാട് കുട്ടികൾ വിചാരിച്ചു വെച്ചത് ഇത് രണ്ട് സെയിം ആണ് അല്ലെ. ഞാൻ പണ്ട് വിചാരിച്ചത് ഈ മാസും വെയിറ്റ് ഒക്കെ ഒന്നാണെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം, രാവും പകലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. ദിസ് ഇസ് മാസ് ആൻഡ് ദിസ് ഇസ് വെയിറ്റ്. മാസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ആൻ ഒബ്ജെക്ട്. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇത്രയും സാധനത്തിന്റെ അതിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഇത് എത്ര ഇതിലുണ്ട് അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. എന്നാൽ വെയിറ്റ്, ഭാരം എന്ന് പറയുന്നത് ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട്സ്. എർത്ത് ഭൂമി ആ വസ്തുവിനെ എത്രത്തോളം ആകർഷിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു അളവിനെയാണ് നമ്മൾ അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് വിളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഇസ് എ ഫോഴ്സ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ പഞ്ചസാര, 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാരന്റെ അളവാണ്. പഞ്ചസാരന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ പഞ്ചസാരനെ ഭൂമി എത്രത്തോളം പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമി എത്രത്തോളം അതിനെ ആകർഷിക്കുന്നുണ്ട്, ആ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ്ലി രണ്ടൊരു ഡിഫറെന്റ് ആണ്. വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, m×g എന്ന് പറയുന്നത് കേട്ടോ. ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 9.8 ആണ് ഭൂമിയുടേത്. നമ്മൾ ചെയ്ത് പഠിച്ചതാണല്ലേ, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ആൻഡ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി മാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. പക്ഷെ വെയിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെയിറ്റ് ഓരോ സ്ഥലത്തും ഉണ്ട്. നമ്മൾ തന്നെ കണ്ടു, ഭൂമധ്യരേഖാ പ്രദേശത്തും ധ്രുവ പ്രദേശത്തുള്ള അവസ്ഥ, പോളിലും മിക്കവച്ചുള്ള അവസ്ഥ തന്നെ നമ്മൾ കണ്ടു. ഇനി ഇതൊക്കെ മേലെയാണ് നമ്മൾ വേറൊരു പ്ലാനറ്റ് പോവാണ്, വല്ല ജൂപ്പിറ്ററിലൊക്കെ പോയി, എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വെയിറ്റ് നോക്കുമ്പോൾ വീണ്ടും മാറും. കാരണം എങ്ങനെയാ വെയിറ്റ് കണ്ടുപിടിക്കുക? m×g ആണ്. ജി എന്ന് പറഞ്ഞാല് ഭൂമിയിലാണ് 9.8, അവിടെ വീണ്ടും മാറും. അവിടെ വേറെ വാല്യൂ ഒക്കെയാണ് വരിക. ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, അവിടെ വേറെ വാല്യൂ. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അതിന്റെ വെയിറ്റ്. അപ്പൊ ഓരോ സ്ഥലത്തും എന്താകും? അത് ഡിഫറെന്റ് ആകുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മളെ മാസ് അളക്കുക കോമൺ ബാലൻസ് ആണ്, വെയിറ്റ് അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസ് ആണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, മാസ് സ്കെയിലാർ ആണ്, അതിശ അളവാണ്. ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സദിശ അളവാണ് കേട്ടോ. അപ്പൊ ഇത് കൂടെ മനസ്സിലാക്കുക. ആൻഡ് നമുക്കറിയാം 2 കിലോഗ്രാം ഷുഗർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 കിലോ ആണ്. 2 കിലോ, കാരണം കിലോ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റാ?
മാസിന്റെ യൂണിറ്റ് ആണ്. ഇനി 2 കിലോഗ്രാം ഷുഗറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതി കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം വെയിറ്റ് കണ്ടുപിടിക്കാൻ m×g ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ m എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2×g എന്ന് പറഞ്ഞാൽ 9.8 ചെയ്യുക. അപ്പോൾ 19.6 ന്യൂട്ടൺ ഈസ് ദി ആൻസർ. അക്കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മൂണിലെ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കൂ, നമ്മുടെ കയ്യിൽ 10 കിലോ മാസുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഷുഗറാ വിചാരിച്ചു, 10 കിലോ, ഒരു ചാക്കിൽ 10 കിലോ പഞ്ചസാരയുണ്ട്. അപ്പൊ ഈ പഞ്ചസാരയുടെ വെയിറ്റ് എർത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഭൂമിയിൽ അതിന്റെ ഭാരം എത്ര എന്നതാണ്. അതെത്രയായിരിക്കും? എന്നിതാ മതി, m×g ചെയ്താൽ മതി. ഭൂമിയുടെ g എന്ന് പറഞ്ഞാൽ 9.8 അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. സോ അങ്ങനെയാണെങ്കിൽ 10 × 9.8 ചെയ്യാൻ വി വിൽ ഗെറ്റ് 98 ന്യൂട്ടൺ അല്ലേ. സെറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 98 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമ്മളോട് ചെയ്യുകയാണ് വെയിറ്റ് ഓൺ മൂൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ഓൺ മൂൺ ആണെങ്കിൽ m×g ചെയ്യണം. അതിൽ ജിക്ക് പകരം ആരതെടുക്കണം? മൂണിന്റെ g എടുക്കണം. മൂണിന്റെ g എത്ര നമുക്കറിയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, 1.62 ആണ്. പക്ഷെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി അതും കൂടി ഞാൻ ഇടങ്ങാറാക്കുന്നില്ല. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എർത്തിലെ വെയിറ്റ് എത്രയാണോ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂണിലുള്ള വെയിറ്റ് കിട്ടും. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ മൂണിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. നിങ്ങളുടെ മാസിനെ നമ്മളുടെ g കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ വെയിറ്റ് കിട്ടും അല്ലേ. നമ്മുടെ g എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ മോനെ മൂണിലെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഏതൊരു വസ്തുവിനെയും മൂണിലെ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എർത്തിലെ വെയിറ്റിനെ എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതുപോലെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഇസ് ഫ്രീ ഫോൾ, നിർബാധ പതനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ എ ബോഡി ഈസ് allowed to fall freely from a certain height. കണ്ടോ, ഇതാണ് ഫ്രീ ഫോൾ. ഇപ്പൊ ഞാൻ ഇട്ടൊക്കെ പേപ്പറുകൾ കണ്ടില്ലേ, ഫ്രീ ഫോൾ. ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ വിടാൻ അനുവദിക്കുക അല്ലെ. ഇങ്ങനെ ഫ്രീ ആയിട്ട് അത് പോകുന്ന സമയത്ത് അതിൽ എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണുള്ളത്. അപ്പൊ പേപ്പറൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ കാറ്റിലൊക്കെ പറക്കുന്നത്, അതൊന്നും നമ്മൾ കാറ്റൊന്നും വിടാം. നമ്മൾ ഇങ്ങനത്തെ കേസസ് ഒക്കെ പറയുമ്പോൾ അവിടെയുള്ള കാറ്റിനൊക്കെ നിങ്ങളോട് മറക്കണം കേട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ കൂട്ടൂല. നമ്മളൊരു സാധനം ഇങ്ങനെ താഴേക്ക് ഫ്രീ ആയിട്ട്, അതാണ് ഫ്രീ ആയിട്ട് ഇടുക. ആ സമയത്ത് അതിൽ എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫ്രീ ഫോൾ, നിർബാധ പതനമാണ്. ഓക്കെ. ആൻഡ് ഈ കേസിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു കേസിൽ നമ്മൾ നമ്മുടെ വെയിറ്റ് അളന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വെയിറ്റ് അളക്കുക? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് അളക്കണം അല്ലേ. അപ്പം ഈ സമയത്ത് തന്നെ അളക്കണം കേട്ടോ. ഈ ആകാശത്ത് ആ ഒരു എയറിൽ നിൽക്കുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് അളക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ്, അത് പൂജ്യമായിരിക്കും, പൂജ്യമായിരിക്കും എന്ന്. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീൻ്റെ വാല്യൂ വെച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര സമയം എടുത്ത് താഴെ എത്താൻ, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മളുടെ യൂട്യൂബ് വീഡിയോസും വരും. ഇതുപോലുള്ള കോണ്ടന്റ് വീഡിയോസിലൊക്കെ എക്സാമിൻ്റെ മുന്നേ തന്നെ എല്ലാം അപ്ലോഡ് ചെയ്ത് തരാം. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ള സിമ്പിൾ ട്രിക്സും എല്ലാം അതിൽ ഇൻക്ലൂഡ് ആക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് ബിഫോർ ദാറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? താഴെ കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ജേർണി. അപ്പോൾ ലൈവ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എക്സാം അടുത്തു, ഇനി ഒരുപാട് സമയം കളിച്ചിരിക്കാൻ നമുക്കില്ല. ക്രിസ്മസ് വെക്കേഷനിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഫോണോ ടിവിയോ എന്ത് വേണമെങ്കിലും അപ്പോൾ നമുക്ക് കാണാം. പക്ഷെ ഇപ്പോഴത്തെ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഓണം എക്സാം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും, പക്ഷെ ക്രിസ്മസ് എക്സാമിൽ നമുക്കത് തിരിച്ചു പിടിക്കണം. സോ ഓൾ ദി ബെസ്റ്റ്.